Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഇടിച്ചക്ക വെച്ചിട്ട് കട്ട്ലേറ്റ് ആട്ടോ. നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കട്ട്ലേറ്റ് ആണ്. ഇത് ഇടിച്ചക്കയാണെന്ന് പറയത്തൊന്നുമില്ല. നമുക്കൊരു ചിക്കൻ കട്ട്ലേറ്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാട്ടോ ഇതിന്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് കുറച്ച് ഇടിച്ചക്ക വേവിച്ചെടുത്തത്, 3 ഉരുളക്കിഴങ്ങ് ചെറുത് പുഴുങ്ങിയെടുത്തത്, സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞത് 1/4 കപ്പ്, 10 വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, 1 പച്ചമുളക്. ഇതെല്ലാം പൊടിയായിട്ട് അരിയണം. ഇനി ഒരു കടായി ചൂടാക്കാൻ വെക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഈ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികൾ ചേർക്കുമ്പോഴത്തേക്കും സ്റ്റൗവിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സ്റ്റൗ ഓഫ് ചെയ്തിടാം, അതായിരിക്കും നല്ലത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ. ഇത്രയും സാധനങ്ങൾ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പം സ്റ്റൗ ഓൺ ചെയ്യാം. പൊടി നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ഇതിലേക്ക് ചക്ക, ഇത് 2 കപ്പോളം കൊണ്ടിട്ടാം അത് ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ച് തന്നെ എടുക്കണം കേട്ടോ. ഇതിങ്ങനെ ഇളക്കുമ്പോഴത്തേക്കും സ്റ്റൗവിൻ്റെ ചൂട് ലോ ഹീറ്റിലായിരിക്കണം കേട്ടോ, കൂട്ടേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് വേവിച്ചത്, അത് ഞാൻ ഉടച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ചേർക്കാം കേട്ടോ. ഇപ്പോൾ മല്ലിയില കിട്ടാൻ പാടാണ്, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഇപ്പോൾ മല്ലിയില ഇല്ല. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. ഈ ചക്കയും ഉരുളക്കിഴങ്ങും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ഇത് ഇപ്പോൾ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ കൊണ്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറി വരണം കേട്ടോ. ആറിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇതിനിത് മാറ്റി വെക്കാം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ വേണം കേട്ടോ. അത് ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചെടുത്താലും മതി. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇത് രണ്ടും ആദ്യം അടുപ്പിച്ച് വെക്കാം. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മാവ് കുറച്ച് കയ്യിലെടുക്കുക. എന്നിട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ കയ്യിൽ വെച്ച് പരത്തിയതിന് ശേഷം എന്ത് ഷേപ്പാണ്, റൗണ്ടാണോ ഓവലാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം കേട്ടോ. ഞാനിതൊരു റൗണ്ട് ഷേപ്പാട്ടോ ആക്കിയെടുത്തേക്കുന്നത്. ഇതിനെ ഞാൻ മുട്ടയിലേക്ക് ഇടുന്നതാണ്. മുട്ടയിലേക്ക് ഇട്ട ശേഷം ഇത് 2 സൈഡും മുട്ട ഒന്ന് പറ്റിച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിൽ നിന്ന് എടുത്തിട്ട് നമ്മളിവിടെ ബ്രെഡ് ക്രംസ് ആക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ബ്രെഡിൻ്റെ പുറത്തേക്ക് ആക്കി കൊടുക്കുക. ഇത് ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഇത് കണക്കെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായ ശേഷം മാത്രമേ ഇടാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നല്ല എണ്ണ തിളച്ചിടക്കുന്ന എണ്ണയല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലോട്ട് മാറ്റാം. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകും.
ഇത് അധികം ഒന്നും വേകാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ചക്കയൊക്കെ വെന്തതാണ്, ഉരുളക്കിഴങ്ങും വെന്തതാണ്. അപ്പോൾ അതിൻ്റെ പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് വന്നാൽ മതി നമുക്ക്. അപ്പോൾ ഇത് ഇനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് വരും കേട്ടോ. നമ്മൾ പുറമേയുള്ള കോട്ടിങ് മാത്രം ഒന്ന് മൂത്താൽ മതിയല്ലോ, ഒരുപാട് കരിഞ്ഞു പോകണ്ട. അപ്പോൾ ഈ ഒരു കളറാകുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഞാൻ ആ കട്ട്ലേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ആകെ കൂടെ 5 വറുത്തുള്ളൂ. ബാക്കി ഞാനതൊരു എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ വെച്ചിട്ട് ഫ്രീസറിലോട്ട് മാറ്റി. അപ്പോൾ നമുക്കിനി ആവശ്യമുള്ളപ്പോൾ അത് വറുത്തെടുത്ത് വെച്ചാൽ മതി. ഇപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിക്കും ഒരു ചിക്കൻ കട്ട്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ. അത് നമ്മൾ പൊട്ടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. ഇത് കണ്ടോ, ഇത് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന കണ്ടാലും ചിക്കൻ കട്ട്ലേറ്റ് പോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസവും ഇല്ല. ഇത് ആരും പറയില്ല ഇത് ചക്കയാണെന്നുള്ളത് കാര്യം. നല്ല ടേസ്റ്റാണ് ഇത്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇടിച്ചക്ക വെച്ചിട്ട് കട്ട്ലേറ്റ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. നമ്മൾ ഇടിച്ചക്ക എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നത് എന്നുള്ളൊരു വീഡിയോ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ആദ്യം കണ്ടിട്ട് വേണം കേട്ടോ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്